अद्यतनकार्यक्रमः संस्कृतविद्यार्थिनः अवधारयन्ति। सर्वेषां सुस्वागतं। प्रार्थना। स्निह्यामि तस्य समुदाय ज्ञानविदा एवाः सदा सर्वैः सह व्यवहारेषु सर्वेषु प्राणिषु दैर्यवर्धिषे च मम राष्ट्राय राष्ट्रपते च अहं समर्पये स्वसेवा दिव्या संस्कृतभारती तस्याहि काव्यं मधुरं तत्रापि च सुभाषितं ഭാഷകളിൽ വെച്ച് പ്രധാനപ്പെട്ടതും മാധുര്യമുള്ളതും സംസ്കൃത ഭാഷയാണ്. സംസ്കൃത ഭാഷയിൽ കാവ്യമാണ് മധുരമായത്. കാവ്യത്തിൽ സുഭാഷിതവും ഏറ്റവും മധുരമുള്ളതാകുന്നു. ധന്യവാദം. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. ആകാശവാണി സംസ്കൃത വാർത്താ പ്രക്ഷേപണം തുടങ്ങിയതും സംസ്കൃത ദിനാഘോഷങ്ങൾ തുടങ്ങിയതും 1969 മുതലായിരുന്നു. ഭാരതവർഷത്തിന്റെ ജീവൻ ഭാഷയാണ് സംസ്കൃതം. तस्याः ज्ञानाविदायां समृद्धायां पूर्विकसम्पत्तौ अभिमान्य भवामि. संस्कृतपठनं मम विनय आत्मगौरव सदाचार सामूह्यबोधादीनां सद्गुणानां विकासाय प्रभावयति. अहं जातिमतं विना संस्कृतभाषापठने तदा प्रचारणे च सदा सर्वदा प्रयत्नं करोमि. स्नेह अन्यभाषा अपि आदरिष्ये. जय संस्कृतं, जय भारत. ഒരു സംസ്കൃത ഗാനം ആലപിക്കുന്നതിനായി ഞാൻ ഇന്ത്യയിലെ ശ്രീദുർഗയെ ക്ഷണിക്കുന്നു. ദിവ്യമാനവ സംസ്കൃതി വസതു മാമക ഹൃദയ കമലേ ലസതു ഭാരത ഭൂതലേ സർവമംഗളദായിനി പാവനി സർവമംഗളദായിനി വഹദു പുനരിയമായ ഭുവനെ കവിഭിരനിശം സേവിത വഹദു പുനരിയമായ ഭുവനെ കവിഭിരനിശം സേവിത മുനിഭിരാജിതമന്ത്രനിനദി സംസ്കൃത
ആചരിക്കുന്ന സംസ്കൃത ദിനം ആഗസ്റ്റ് 19 ആയിരുന്നു. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ ഇന്ന് ഈ ഒരാഴ്ചയിലും മതി ഇന്ന് ആചരിക്കുകയാണ്. സംസ്കൃത വിദ്യാർത്ഥികളെല്ലാവരും ബാഡ്ജൊക്കെ ധരിച്ച് നിങ്ങളുടെ കൂട്ടായ്മ ഭാഷയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ദേവഭാഷയായ സംസ്കൃതം എല്ലാ ഭാഷകളുടെയും ഉത്ഭവത്തിന് കാരണമാണ്. വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എല്ലാം പഴയകാലത്ത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടവയാണ്. അതിനുശേഷം മറ്റു ഭാഷകളിലേക്ക് നമുക്ക് വായിക്കാൻ സൗകര്യപ്രദമായ, പഠിക്കാൻ സൗകര്യപ്രദമായ മറ്റു ഭാഷകളിലേക്ക് വരേണ്യവർഗം മാത്രം കൈകാര്യം ചെയ്തിരുന്ന സംസ്കൃത